തൃശൂരിൽ പി.ജി സ്റ്റേഷനിലെ പോലീസ് അതിക്രമത്തിന് കാരണം മുൻവൈരാഗ്യമെന്ന ആരോപണം. പി.ജി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ സഹോദരിയെ തന്റെ സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിച്ചതിന് പിടികൂടിയിരുന്നു. അവസരം കിട്ടിയപ്പോൾ തങ്ങളോട് പക തീർത്തതാണെന്ന് ഹോട്ടൽ ഉടമ ഔസേപ്പ് ആരോപിച്ചു. കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് നിർബന്ധിച്ചെന്നും ഇതിനായി പരാതിക്കാർക്ക് 5 ലക്ഷം രൂപ നൽകിയെന്നും ഔസേപ്പ് പറഞ്ഞു. പണം കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളും അദ്ദേഹം പുറത്തുവിട്ടു. ഇയാളാകെ പാനിക്കായിട്ട് ആ സ്റ്റേഷന്റെ പരിസരത്ത് മുഴുവൻ ഒരു എന്താ പറയുക, ഒരു മാനസിക രോഗിയെ പോലെ അലറി നടക്കുകയായിരുന്നു. എൻ്റെ നേരെ അലറി വന്നു. ഞാൻ പുറകിലേക്ക് ESI എൻ്റെ നേരെ അലറി വരുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാണാം. ഇവനെ അടിയന്തരമായിട്ട് ഇവൻ്റെ ഹോട്ടലിൽ പൂട്ടിക്കണം. നമുക്ക് എല്ലാവരും വിളിക്കും, മീഡിയേനെ വിളിക്കുക. നമുക്ക് ഇപ്പം തന്നെ ഇവരുടെ ഹോട്ടലും പൂട്ടിക്കണം, ഇവരുടെ സ്ഥാപനവും പൂട്ടിക്കണം. അതായത് നമ്മൾ ഈ പരാതിക്കാരനെ ഞാൻ മർദ്ദിച്ചു, ഞാൻ ഗുണ്ടയാണ്. ഈ 19/6/2023 നമ്മുടെ ജില്ലാ മേധാവി ഈ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 കൊല്ലം 3 മാസമായി ഈ ദൃശ്യങ്ങൾ നേരിൽ കണ്ടിട്ടും PM രതീഷ് എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടറായിരുന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് കടവന്തറ പോലീസ് സ്റ്റേഷനിൽ ക്രമസമാധാനത്തിന്റെ ചുമതല വഹിക്കുകയാണ്. പെട്ടെന്ന് ഇത്രയും പ്രകോപനം ഉണ്ടായി ഇങ്ങനെ അടിക്കാനായുള്ള ഒരു കാരണം? പ്രകോപനം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അവിടുത്തെ കുറച്ച് പോലീസുകാർക്ക് അവിടെ ഒരു ഗ്രേഡ് SI ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മോഷണം നടത്തി 9600 രൂപയുടെ സാധനം എടുത്തുകൊണ്ട് പോയത് ഞങ്ങൾ കയ്യോടെ പിടികൂടുകയും. അപ്പോൾ അത് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ഷുക്കൂറും ഈ അവിടുത്തെ ഒരു ഗ്രേഡ് SIയും കൂടി എൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നപ്പോൾ ഈ മോഷണം നടത്തിയ സ്ത്രീ ഈ ഗ്രേഡ് SIയുടെ പെങ്ങളുടെ മകളാണ്. ബാംഗ്ലൂരിൽ പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയ്യോടെ കാണിച്ചു, ദേ ഈ സഞ്ചി നിറയെ ഞങ്ങളുടെ അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ടായി 9600 രൂപയുടെ സാധനം മോഷ്ടിച്ചുകൊണ്ടായി. അപ്പോൾ ഈ ഷുക്കൂർ എന്ന് പറയുന്ന അന്നത്തെ PG സർക്കിൾ ഇൻസ്പെക്ടർ ആവശ്യപ്പെട്ട അത് വിട്ടുകള നമ്മുടെ ഗ്രേഡ് SIയുടെ പെങ്ങളുടെ മകളാണ്, ആവശ്യപ്പെട്ട പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ റിക്വസ്റ്റ് പ്രകാരം ഞാൻ അതിൽ കേസ് എടുക്കാനൊന്നും പോയില്ല. ഇങ്ങനെയാണ് പറഞ്ഞത്. SIക്കും പോലീസുകാരും ഇതിൽ ഇൻവോൾവ് ആയിട്ട് 4-5 പോലീസുകാരുണ്ട്. ഒരു മകേഷ് എന്ന് പറഞ്ഞൊരു പോലീസുകാരുണ്ട്. അദ്ദേഹം ഞങ്ങളുടെ CCTV ഒന്ന് പരിശോധിച്ചിരിക്കുന്നതാണ്. ഞങ്ങളുടെ ഹോട്ടലിലെ CCTV ഒക്കെ പരിശോധിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം ഈ ഗ്യാങ്ങിൽപ്പെട്ട് അദ്ദേഹമാണ് ഈ SIനെ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോൾ ഈ കടവന്തറയിൽ ജോലി ചെയ്യുന്ന ഈ സർക്കിൾ ഇൻസ്പെക്ടർ തൃശ്ശൂർ വരി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. പക്ഷേ ഇദ്ദേഹമാണെന്ന് അറിഞ്ഞില്ല. അദ്ദേഹം ചെന്ന വശം തന്നെ എൻ്റെ മകൻ്റെ കാല് വീണ്, പോളെ നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റിപ്പോയി, പോലീസുകാരെന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് നടന്നത്, നീ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ എൻ്റെ വീട് ആലപ്പുഴയിലാണ്, എൻ്റെ കുടുംബം ആത്മഹത്യ, എൻ്റെ ജോലി കളയരുത് എന്നൊക്കെ അയാൾ റിക്വസ്റ്റ് ചെയ്തു. പോലീസ് ദേഷ്യം തീർത്തതാണ്. പോലീസ് പ്രത്യേകിച്ച് ഈ 4-5 പോലീസുകാർ, അത് ഞാൻ എൻ്റെ പരാതിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. നടരാജ് പരശുരാം ചേരുന്നു. നടരാജ്, കൂടുതൽ വെളിപ്പെടുത്തൽ ഔസേപ്പ് നടത്തുന്നു, കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇത് ഏതു തരത്തിൽ ഇനിയൊരു നിയമപരമായിട്ട് എങ്ങനെ നീങ്ങുമെന്നാണ് ഔസേപ്പ് പറയുന്നത്? ഇത്രയും ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ സർവീസിൽ തുടരുകയാണ് ആ പോലീസുകാരെല്ലാം. നാടിനെ നടക്കുന്നൊരു ദൃശ്യം തന്നെയാണ് ഇതെന്ന് പറയാം. ഇത് നമ്മുടെ നാട്ടിലാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ള ഒരു സന്ദേഹം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാം. 2023 ഈ സംഭവം. അന്ന് ഔസേപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിൽ ഒരുപറ്റം യുവാക്കൾ, പാലക്കാട് സ്വദേശികൾ ഭക്ഷണം കഴിക്കാൻ വന്നു. അവർ ഈ ബിരിയാണി കൊള്ളില്ല എന്ന് പറഞ്ഞ് അവർ ഹോട്ടൽ ജീവനക്കാരും തമ്മിൽ തർക്കമായി. ഈ തർക്കത്തെ തുടർന്ന് സംഘർഷത്തിലേക്ക് പോയപ്പോഴാണ് ഇവരൊക്കെ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഈ ഹോട്ടൽ ഉടമയായ ഔസേപ്പിന്റെ മകനെയും ജീവനക്കാരനെയും മർദ്ദിച്ചു എന്നുള്ള പരാതി വന്നിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഔസേപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ള ഗുരുതര ആരോപണം അത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. SI രതീഷിനെതിരെയാണ് ഈ ആരോപണം വന്നിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ എറണാകുളത്തെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, കുന്നംകുളത്തെ മർദ്ദനത്തിന്റെ സാഹചര്യത്തിൽ കൂടുതൽ ഇത്തരം പോലീസ് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇത് മാസങ്ങൾക്ക് മുമ്പേ ഈ ദൃശ്യം ഔസേപ്പിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ കുന്നംകുളത്തെ ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ദൃശ്യങ്ങളും പുറത്തുവിടാൻ കൂട്ടാക്കിയത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ കിട്ടുന്ന അപൂർവ കേസുകളിൽ ഏതാണ്ട് ആദ്യത്തെ കേസുകളിൽ ഒന്നായിട്ട് ഇത് മാറുമെന്ന് പറയേണ്ടി വരും. ഇതിലെ കേസിലെ മെറിറ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോലീസ് ഇത്തരത്തിൽ മർദ്ദിക്കുന്നത് ഒരു നയമായി കൊണ്ടു നടക്കുന്നുണ്ടോ എന്നുള്ള ദുഃഖകരമായ കാര്യമാണ്. കാരണം തൃശൂർ സിറ്റി പോലീസ് ഡിസ്ട്രിക്റ്റിന്റെ പരിധിയിൽ വരുന്ന 2 സ്റ്റേഷനുകളിലെ വാർത്തകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നത്. ഒന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ മറ്റൊന്ന് PG പോലീസ് സ്റ്റേഷനിലാണ് എന്നുള്ള ഏറ്റവും ശ്രദ്ധേയം. ഇതിൽ ഒരു ഭാഗത്ത് CCTV ഉള്ളതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നതെങ്കിൽ പല ഭാഗത്തും
CCTV ഇല്ല, അവിടെയൊക്കെ വെച്ച് എന്തെല്ലാം മർദ്ദനങ്ങൾ നടന്നിരിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മറ്റൊന്ന്, ഇത്തരത്തിലൊരു സംഭവം നടന്നതിന് ശേഷം പരാതി പിൻവലിക്കാൻ സെറ്റിൽ ചെയ്യാൻ പോലീസ് പ്രേരിപ്പിച്ചു എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഔസേപ്പ് നടത്തുന്നുണ്ട്. അതായത് ഈ കേസിൽ തുടർന്നു പോവുകയാണെങ്കിൽ ആ മർദ്ദിച്ചതിന് മകനെ പ്രതിയാക്കി കേസെടുക്കാൻ വകുപ്പുണ്ട്, അതുകൊണ്ട് കേസെടുക്കാതിരിക്കണമെങ്കിൽ കേസ് സെറ്റിൽ ചെയ്തുകൊള്ളാൻ പോലീസ് നിർബന്ധിച്ചു എന്നുള്ള ഗുരുതര ആരോപണം ഔസേപ്പ് നടത്തുന്നുണ്ട്. ഇതിനായി 5 ലക്ഷം രൂപ പരാതിക്കാരന് കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ആരോപിക്കുന്നതിന് തെളിവായി അദ്ദേഹം വീടിന് മുന്നിലെ വരാന്തയിൽ ഇരുന്നുകൊണ്ട് പണം കൈമാറുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ഈ പരാതിക്കാരൻ തന്നോട് പറഞ്ഞായി ഔസേപ്പ് പറയുന്നത് ഈ 5 ലക്ഷത്തിൽ 3 ലക്ഷം രൂപ പോലീസിനാണെന്നും 2 ലക്ഷം രൂപ മാത്രമാണ് തങ്ങൾക്ക് എന്നും പറഞ്ഞുമാണ് ഔസേപ്പ് പറയുന്നത്. എന്തായാലും ഇത് വിടാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് ഔസേപ്പ് ഈ ദൃശ്യങ്ങൾ സൂക്ഷിച്ചതും പിന്നീട് വിവരാവകാശ കമ്മീഷനൊക്കെ തന്നെ സമീപിച്ചുകൊണ്ട് ഏറെ പോരാട്ടത്തിന് ശേഷം ഈ ദൃശ്യങ്ങൾ സ്വന്തമാക്കിയതും. എന്തായാലും അദ്ദേഹം ഈ കേസ് വിട്ടിട്ടില്ല. ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സമർപ്പിച്ച റിട്ട് ഹൈക്കോടതിയിലെ പരിഗണനയിലുണ്ട്. ഇദ്ദേഹത്തിനെതിരെ ഹോട്ടൽ മർദ്ദനത്തിൽ ഇദ്ദേഹത്തിന്റെ ജീവനക്കാർക്കും മറ്റുമെതിരെ എടുത്ത കേസ് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് മർദ്ദനം നടന്നു എന്നുള്ളതാണ്. അത് സ്ഥിരീകരിക്കുന്നതിന്റെ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഘട്ടത്തിലെ കേസുമായി ബന്ധപ്പെട്ട് മർദ്ദിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നോ? പോലീസിനെ സംബന്ധിച്ച് കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവർക്കുള്ള ഒരു ലൂപ്പ് ഹോൾ എന്താണ് അതിൽ? ഇക്കാലത്ത് പോലീസിൽ നിന്ന് ഒരു പ്രതികരണം വന്നിട്ടില്ല. ഈ ദൃശ്യങ്ങൾ കുറച്ചു കാലമായി ഔസേപ്പിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അത് മാധ്യമങ്ങൾക്ക് കൊടുക്കാനോ മറ്റ് സ്ഥലങ്ങളിലേക്ക് വിടാനോ ഒന്നും തയ്യാറായിരുന്നില്ല. കുന്നംകുളം വിഷയം വലിയ രീതിയിൽ വാർത്തയായതിന്റെ പശ്ചാത്തലത്തിലാണ് ഔസേപ്പ് തന്റെ അനുഭവം പങ്കുവയ്ക്കുകയും മറ്റും ചെയ്തത്. ഇക്കാര്യത്തിൽ പോലീസിന് എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ പോലീസിന്റെ ഒരു വെർഷൻ എന്താണെന്ന് അറിയാൻ, ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. 2 വർഷം മുമ്പ് നടന്നത് 2023 നടന്നതാണ്. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫറായി എറണാകുളത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. ഔസേപ്പ് പേരെടുത്ത് പറഞ്ഞത് SI രതീഷിന്റെ പേര് മാത്രമാണ്. മറ്റ് ആരെങ്കിലും മർദ്ദിച്ചതായി അദ്ദേഹം പറയുന്നില്ല. പക്ഷെ ഒരു സംഘം പോലീസുകാർ തന്നെ നിർബന്ധിച്ചു എന്നൊക്കെ തന്നെ അദ്ദേഹം പറയുമ്പോൾ SI രതീഷിന്റെ പേര് അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്റ്റേഷനിലെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധു തന്റെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തിരുന്നു. അവർ കളവ് നടത്തിയതിന്റെ ഒരു തെളിവ് തന്റെ കയ്യിലുണ്ട്. തെളിവല്ല, കളവ് നടത്തിയപ്പോൾ തങ്ങൾ പിടികൂടിയിരുന്നു. ആ പിടികൂടിയതിന്റെ വൈരാഗ്യം ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ പോലീസ് തീർത്തതാകാം എന്നുള്ളൊരു സംശയം കൂടി അദ്ദേഹം പറയുന്നത്. മുൻവൈരാഗ്യം തീർത്തതാണ് ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ, മുൻവൈരാഗ്യത്തിന്റെ ഭാഗമായി തന്നെ മർദ്ദിച്ചു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം വാർത്ത വന്നതിന് പിന്നാലെ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. DIG ഒക്കെ തന്നെ ഔസേപ്പിനെ വിളിച്ച വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ് ഇത് തുടരുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത്. PG പോലീസിലെ സംഭവമാണ്. ഇപ്പോൾ ഔസേപ്പ് എന്ന ഹോട്ടൽ ഉടമയാണ് ഈ കാര്യങ്ങൾ പുറത്തുവിടുന്നത്. സംഭവം നടന്നതിന് ഇത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. പോലീസ് പക തീർത്തു എന്നൊക്കെയുള്ള കാര്യമാണ്. വൈരാഗ്യം കാരണമാണ് ആ മർദ്ദനം ഉണ്ടായത് എന്ന് പറയുന്നു. അതിന്റെ ദൃശ്യങ്ങളും ഒപ്പം പണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെയാണ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ആ പക തീർക്കാൻ വേണ്ടിയാണ് പോലീസ് അത്തരത്തിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിച്ചത് എന്നാണ് ഔസേപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോടും സംസാരിച്ചപ്പോൾ പറഞ്ഞത് ആ കസ്റ്റഡിയിൽ എന്ത് സംഭവിച്ചു, കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചതിന്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് തരത്തിലായിരിക്കും ഇനി കേസുമായി മുന്നോട്ട് പോകുക എന്നൊക്കെയുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസിന് ഈ കാര്യത്തിൽ നേരത്തെ തന്നെ ഇദ്ദേഹം മർദ്ദിച്ചിട്ടില്ല എന്ന മൊഴി നൽകിയതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും ഇത് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി പരിഗണിക്കുക എന്നുള്ളതും ശ്രദ്ധേയമാണ്. മുൻവൈരാഗ്യം കാരണമാണ് ഇത്തരത്തിൽ പോലീസുകാർ ഉപദ്രവിച്ചത് എന്നാണ് ഔസേപ്പ് നൽകിയ വിവരങ്ങൾ.